ഹലോ ഡിയേഴ്സ്. അപ്പോൾ അതേ 10ാം ഉത്സവ ദിവസമായി ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകുവാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് പോകാറ്. അപ്പോൾ ഇന്ന് 10 മണിയൊക്കെ, അപ്പോൾ രാവിലെ എന്ന് വെച്ചിട്ട് 10 മണി കഴിഞ്ഞപ്പോഴാണ് ചെന്നത് കേട്ടോ. കാര്യം അമ്പലത്തിൽ തന്നെയാണ് ഇന്ന് പ്രഭാത ഭക്ഷണം ഉള്ളത്. അപ്പോൾ അത് കഴിക്കാൻ ഞങ്ങൾ പോകുവാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ രാവിലത്തെ എന്താ പറയുക, പൊങ്കാല ഉണ്ടായിരുന്നു, അശ്വതി പൊങ്കാല. അതിൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു. പിന്നെ തൊഴുതിട്ട് ഞങ്ങൾ അവിടെ വന്നിരിക്കുവാണ്. അവിടെ കിടക്കുന്ന ചാരവും ആ പേപ്പറൊക്കെ കണ്ടു. അപ്പോൾ രാവിലെ തന്നെ അശ്വതി പൊങ്കാല ഉണ്ടായിരുന്നു, അതിൻ്റെതാണ് ആ കാണുന്നത്. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഈ കാണുന്ന സാധനത്തിനെ കണ്ടു എൻ്റെ ഇളയ സന്തതി. ഇതിനെ മേയ്ക്കുന്ന ഇച്ചിരി പാടാണ്. അപ്പോൾ ഒരു മൈലാഞ്ചി മേടിച്ച് കൈ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേനും തുലാഭാരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു 10ാം ഉത്സവ ദിവസം. അതായത് 1 തൊട്ട് 10 ദിവസം വരെ ഉള്ളതിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറകൾ നടക്കുന്നവർ പറ നടക്കുന്നുണ്ട്. അതായത് മഞ്ഞൾപ്പറയുണ്ട്. ഭദ്രകാളിയുടെ നടയിലാണ് മഞ്ഞൾപ്പറ. പിന്നെ കൊടിമര ചുവട്ടിൽ നെൽപ്പറ. പിന്നെ ശിവൻ്റെ നടയിൽ എള്ളുപറ. അതൊക്കെയായിരുന്നു. പിന്നെ 10ാം ഉത്സവമായിട്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒത്തിരി തിരക്കുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഫസ്റ്റിലിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യം, പിള്ളേരോട് ചെല്ലുമ്പോൾ എന്തായാലും എന്നെ ക്യൂ നിർത്തത്തില്ല. പപ്പടം പഴം പായസമുള്ള സദ്യ തന്നെയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളും ഞാനും ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വൈകിട്ട് നമുക്ക് നേരത്തെ വരണം. കാര്യം എന്താ പറയുക, നമുക്ക് തിരുപിടുത്തമുണ്ട്. അപ്പം ഞാനും കുട്ടികളും കൂടി പോകുവാണ്. വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ചൂട് അത്രയ്ക്ക് ചൂടാണ്. അപ്പം ഞാനും പിള്ളേരും കൂടി വീട്ടിലേക്ക് എത്തി, ഇവളുമാരൊക്കെ ഇടത്തേക്ക് ഉറക്കി. വൈകിട്ടായപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സെറ്റും മുണ്ടൊക്കെ കൊടുത്തതാണ്. പിന്നെ ചൂട് കൊണ്ട് ഞാനത് ഉരിഞ്ഞിട്ടിട്ട് ഈ ചുരിദാർ എടുത്തിട്ടു. അപ്പോൾ എന്താ താമ്പൂച്ചൻ്റെ പുതിയ ഡ്രസ്സ് അവൾക്ക് ഇട്ടിട്ട് കുത്തിക്കൊള്ളുന്നു പറഞ്ഞിട്ട് ആ പുതിയത് മാറ്റിയിട്ട് ഒരു പഴയ ഡ്രസ്സ് എടുത്തിട്ട് കൊടുക്കേണ്ടി വന്നു. ദേവുച്ചൻ്റെ പുതിയ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അതിട്ട് ഭയങ്കര ഷോ ആണെന്ന് പറഞ്ഞാൽ പറയാം. ഭയങ്കര ഡാൻസ്, പാട്ട്, നെക്ലസ്സൊക്കെ ഇട്ട്, കല്ലിൻ്റെ പൊട്ടൊക്കെ തൊട്ട്, വളയൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു എൻ്റെ ദൈവമോളും. അങ്ങനെ അമ്പലത്തിൽ ചെന്നു. പിന്നെ തിരിപിടുത്ത വഴിപാടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടലിൽ ഈർക്കിൽ കൊണ്ട് വെള്ള തുണി കൊണ്ട് തെറുത്തിട്ട് കെട്ടിയിട്ട് ഒരെണ്ണ ഉണ്ട് കേട്ടോ. അതങ്ങനെ എണ്ണയിൽ മുക്കിയിട്ട് തിരി ഇങ്ങനെ കത്തിച്ചിട്ട് അമ്പലത്തിന് ദേവിമാർക്ക് മൊത്തം പ്രദക്ഷിണം വെച്ച് വലത്ത് വെച്ച് വന്നിട്ട് ഒരു വലിയ കുഴിയുണ്ട്, അതിലേക്ക് കൊണ്ട് എല്ലാവരും തിരി കൊണ്ട് അതിനകത്തിടും. അത് കഴിഞ്ഞ് ഞങ്ങളത് എന്താ പറയുക, അവിടെ നിന്നപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക കൂട്ടുകാരി മാത്രമല്ല, ഒരു അനിയത്തി കൂടിയാണ്. ഇവളുടെ പേര് പ്രവീണ എന്നാണ്. എപ്പോഴും പറയും ഒക്കെ ഞങ്ങളെ കൂടി വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തൊക്കെയാണെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും അവളെ കൈ കിട്ടിയപ്പോൾ ഞാൻ എടുത്തേച്ചു. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഐസ്ക്രീം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇവളുമാർക്ക് രണ്ടുപേർക്കും ഓരോ എന്താ പറയുക പിസ്ത ഫ്ലേവറും ഞാനൊരു വാനില ഫ്ലേവറുമാണ് വാങ്ങിയത്. പിസ്തക്ക് ഇച്ചിരി പ്രൈസ് കൂടുതലായിരുന്നു അവിടെ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു വണ്ടിയുടെ പുറകിൽ ഇരുന്ന് തന്നെ കഴിക്കുവാണ്. അങ്ങനെ ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് ഇവളുമാരിട്ടിരുന്നു. പിന്നെ ആഹാരമൊക്കെ കഴിച്ചു. അപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി ഇനി വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.